പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രാർത്ഥിക്കുക. ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്നെ സഹായിക്കും. ഈ നിമിഷങ്ങളിൽ അല്പനേരം എഴുന്നേറ്റ് നിന്ന് ദൈവമായ കർത്താവിനെ ആരാധിച്ച് പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുന്നു. ഹൃദയം എളിമപ്പെടുത്തുക. മക്കളെ, ഏതെങ്കിലും കഠിന പാപങ്ങൾ, മദ്യപാനമോ ശാരീരിക അശുദ്ധിയുടെ പാപങ്ങളോ മറ്റെന്തെങ്കിലും വെറുപ്പോ വൈരാഗ്യങ്ങളോ ഭിന്നതയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ കഠിന ബന്ധനങ്ങളോ എന്തെങ്കിലും തരത്തിൽ ദൈവവചനം പ്രവേശിക്കാൻ പറ്റാത്ത വിധം ഹൃദയത്തെ കടുപ്പമാക്കിയ ഏതെങ്കിലും അന്ധകാരാവൃതമായ അവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയുടെ മേൽ കർത്താവിൻ്റെ തിരുരക്തം ഇപ്പോൾ വ്യാപരിക്കട്ടെ. എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രദ്ധിക്കാൻ പറ്റാത്ത വിധം നിരാശയുള്ളവർ പ്രാർത്ഥിക്കുക. ആത്മഹത്യാ പ്രവണതയുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. മനപ്പീഡയുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കുടുംബകലഹങ്ങളിൽ മനം തകർന്നിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. രോഗത്തെ ഓർത്ത് വലിയ വ്യഥയിലും വേദനയിലും ആദിയിലും ഇരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കടബാധ്യതയിൽ മനം നൊന്ത് മക്കളെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ സമയം കർത്താവിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തി മക്കൾക്ക് അറിയാവുന്നതുപോലെ സാധിക്കുന്നത് പോലെ ഉച്ചത്തിൽ കുറേ നേരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഈ സമൂഹത്തിലായിരിക്കുന്ന ബാലിക ബാലന്മാരെയും
വിദ്യാർത്ഥിനികളെയും കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. വചനം കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഹൃദയത്തിൽ വേദന സഹിക്കുന്ന മക്കളെ കടാക്ഷിക്കണമേ കർത്താവേ. ദൈവമേ അനുഗ്രഹിക്കണമേ. തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ. തകർന്ന കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കർത്താവെ സ്പർശിക്കണമേ. കർത്താവെ കണ്ണുനീരൊഴുക്കുന്ന കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണമേ. ഈ നിലവിളി അവിടുന്ന് കേൾക്കണമേ. തകർന്ന മക്കളുടെ കഠിനമായ വേദനകളിലേക്ക് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കർത്താവേ, ആരുമില്ല കർത്താവേ. ഈ മക്കളുടെ കഠിനമായ തകർച്ചയിൽ ഇപ്പോൾ മനം നൊന്തിരിക്കുന്ന മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ മക്കളെ മുഴുവനും അങ്ങയുടെ അത്ഭുതമായ പരിപാലനയ്ക്ക് സമർപ്പിക്കുന്നു. വചനം കേൾക്കുമ്പോൾ മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാമിതം അങ്ങയ്ക്ക് മാത്രം അറിയാവുന്ന വഴികളിലൂടെ പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളാൽ അങ്ങയുടെ മക്കളെ വിശുദ്ധീകരിക്കണമേ. പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളാൽ അങ്ങയുടെ മക്കളെ രക്ഷിക്കണമേ. പ്രഘോഷിക്കപ്പെടുന്ന വചനങ്ങളുടെ അത്ഭുത ശക്തിയാൽ സാത്താൻ്റെ ആധിപത്യങ്ങളെ തകർക്കണമേ. റോമാലേഖനം 16:20. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിൽ ആക്കി തകർത്ത് കളയും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. കൃപാവരം നിറയട്ടെ, സ്നേഹം നിറയട്ടെ, ക്ഷമ നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ വിദ്യാർത്ഥിനികളെ പ്രത്യേകം അനുഗ്രഹിക്കണം കർത്താവേ. രോഗികളായി ഇപ്പോൾ മടിയിൽ കിടക്കുന്ന കൈക്കുഞ്ഞുങ്ങളെ പ്രത്യേകം തൊട്ട് സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. വിശ്വാസം മങ്ങിപ്പോയ മക്കളുടെ മേൽ ഒരു പുതിയ ഉയർപ്പ്, ഒരു പുതിയ ഉദയം, ഒരു പുതിയ ഉദയം, വിശ്വാസത്തിന്റെ ഉദയം ഇപ്പോൾ ദാനമായി നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വസ്ഥാനങ്ങളിലേക്ക് എല്ലാവരും ഇരിക്കുന്നു. സന്തോഷത്തിൽ ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് വിദ്യാർത്ഥിനികളെയും കുട്ടികളെയും ഈശോ വളരെ സ്പെഷ്യലായ വിധം പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളെല്ലാം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ദൈവീക രഹസ്യങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം നാം കണക്കും സയൻസും മറ്റ് വിഷയങ്ങളും പഠിക്കുന്നത് പോലെ അല്ല ദൈവരാജ്യ രഹസ്യങ്ങൾ പഠിക്കേണ്ടത്. ദൈവരാജ്യ രഹസ്യങ്ങൾ പഠിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിലാണ്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വചനം ശ്രവിക്കുന്ന എല്ലാ യുവതി യുവാക്കന്മാരെയും കുട്ടികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രത്യേകം ഒന്ന് അഭിവാദനം ചെയ്യുകയാണ്. ഒന്നും കൂടെ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുക, ദൈവം തൻ്റെ ദൂതനെ അയക്കും എന്നുള്ളതാണ്. ഒരനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ഉദ്യോഗസ്ഥനുമായ മുണ്ടക്കൈ സ്റ്റേഷനിലെ SI ഫ്രാൻസിസ് സാറിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് സാറിന് ആദ്യമേ ചിക്കൻ ബോക്സ് ഇൻഫെക്ഷനാണ് വന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയും. അപ്പോൾ ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ് ഇവിടെ അടുത്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ സാറിന് ഇങ്ങനെ ഗില്ലൻ ബാരി സിൻഡ്രോമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. സാറിനെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇതിന് ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്തിട്ട് വെന്റിലേറ്ററിലാക്കി.
എന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് അത് റിക്കവർ ചെയ്യാൻ ഭയങ്കര പാടാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഭയങ്കര ചിലവാണ്. ഇമ്മ്യൂണോഗ്ലോബുലിനൊക്കെ എടുക്കുന്നതിന് ഒറ്റ കോഴ്സ് എടുത്തു കഴിയുമ്പം ലക്ഷക്കണക്കിന് വില വരുന്ന ഇഞ്ചക്ഷനാണ് എടുക്കേണ്ടത്. സാറിൻ്റെ വൈഫുണ്ട്, ടീച്ചറും കുഞ്ഞുങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹമുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഒരു സമൂഹം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാ ആഴ്ചയിലും അഭിഷേകാഗ്നി പ്രോഗ്രാം ഞായറാഴ്ച 8:30 മുടങ്ങാതെ കാണുന്നുണ്ട്. പക്ഷേ അന്ന് ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ കണ്ടിട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾ ഇന്ന് കാണാൻ പോകണ്ട, സാറിൻ്റെ നില വളരെ ഗുരുതരമാണ്, ഈ അവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേ ഇത് കേട്ട് ഭയങ്കര വിഷമമായി. ഞാനും കുഞ്ഞുങ്ങളും ഉണ്ട്, ഹസ്ബൻഡ് അന്ന് ഡ്യൂട്ടിക്ക് പോയി. അന്ന് വൈകിട്ട് 8:30 അന്ന് വരെ ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാം ഒരു വചനപ്രഘോഷണം എന്ന നിലയിൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കും, എന്നിട്ട് സാക്ഷ്യം പറയുന്നതൊക്കെ കേൾക്കും. ആരാധനയുടെ സമയത്തും അതും അവിടെ ഇരുന്ന് കാണും. എന്നതിനേക്കാളുപരി ഒരു ശുശ്രൂഷയായിട്ട് എനിക്ക് വിശ്വാസം വയ്ക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ തലേ 2 ആഴ്ചകളിലാണ് മലമ്പുഴയിൽ നിന്ന് വന്ന 4 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇതേ അസുഖം ഗില്ലൻ ബാരി സിൻഡ്രോമായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തിയതും തൃശ്ശൂരിലുള്ള വ്യക്തി ഇതേ അസുഖമായിട്ട് അതിൽ നിന്ന് പെട്ടെന്ന് സുഖം. അദ്ദേഹത്തിൻ്റെ സഹോദരി പ്രാർത്ഥിച്ച് ഫോണിൽ കൂടി പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചതുമായിട്ടുള്ള 2 കാര്യങ്ങളാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത്. അന്നേ ദിവസം അഭിഷേകാഗ്നി പ്രാർത്ഥനയ്ക്ക് 8:30 ഞാനും 2 കുഞ്ഞുങ്ങളുണ്ട്, 5.5 വയസ്സും 4 വയസ്സുള്ള. ഇവർ 2 പേരും ഞാൻ പറഞ്ഞു, മക്കളെ ഇന്ന് പ്രാർത്ഥിക്കണം. അഭിഷേകാഗ്നി വട്ടായിലച്ഛൻ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും സാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ സമയത്ത് അപ്പോൾ പറഞ്ഞു, എന്നോട് കൊച്ചി ചോദിച്ചു, അമ്മേ നമ്മൾ ഇവിടെ നിന്നല്ലേ പ്രാർത്ഥിക്കുന്നത്, സാർ ആശുപത്രിയിലാണെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാണ് ഈശോ സുഖമാക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാം, ഈശോ അവിടെ വന്ന് സാറിനെ തൊടും, നമുക്ക് സൗഖ്യം കിട്ടും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കിക്കോളാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോ തൊടും, ഈശോയുടെ രക്തം കൊണ്ട് നമുക്ക് സാറിന് സൗഖ്യം വരുന്നു. ഞാനും കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ ഭർത്താവും സാറിൻ്റെ വൈഫും എല്ലാവരും അതേ സമയം 8:30 തൊട്ട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ TV തൊട്ട് പറഞ്ഞു, കർത്താവേ നീ സാറിന് ഈ സമയം തന്നെ സൗഖ്യമാക്കണം, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റണം സാറിന് 24 മണിക്കൂറിനുള്ളിൽ. അപ്പം ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു 24 മണിക്കൂറിനുള്ളിൽ നീ ഇതിന് വേണ്ടിയിട്ട് ഈ അവസ്ഥയിൽ നിന്ന് സാറിന് മോചനം നൽകണം, സൗഖ്യമാക്കണം, എനിക്കൊരു അടയാളം തരണമെന്ന് പറഞ്ഞു. ഞാനും കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചു. എല്ലാവരും ഒരു സമൂഹം മുഴുവൻ ഒന്നടക്കം പ്രാർത്ഥിച്ചു. ഞായറാഴ്ചയായിരുന്നു അഭിഷേകാഗ്നി കഴിഞ്ഞു. തിങ്കളാഴ്ച വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും സാറിൻ്റെ നിലയിൽ നേരിയ പുരോഗതിയായി. ചൊവ്വാഴ്ച ആയപ്പോൾ ഡോക്ടേഴ്സ് വന്ന് പറഞ്ഞു സാറിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാമെന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ സാറ് പരിപൂർണമായിട്ട് ആരോഗ്യവാനായിട്ട് 2 മാസത്തിനുള്ളിൽ തിരികെ SI ആയിട്ട് മുണ്ടക്കൈ സ്റ്റേഷനിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. സാറും വൈഫും കുഞ്ഞുങ്ങളും ഞാൻ പറഞ്ഞായിരുന്നു അന്ന് സാറിന് സൗഖ്യമാവുകയാണെങ്കിൽ ഞാൻ അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശോ പരിപൂർണമായിട്ട് ഇത് ലക്ഷങ്ങളിൽ ഒരാൾക്ക് വരുന്ന രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം. അതിന് ഒരു ഇഞ്ചക്ഷന് 1.5 ലക്ഷം രൂപ വെച്ച് വേണം. അങ്ങനെ 7 ലക്ഷം രൂപ മുടക്കാൻ വേണ്ടി എനിക്കില്ല, അതുകൊണ്ട് ചികിത്സ വേണ്ടാന്ന് പറഞ്ഞ ആൻ്റണി എന്ന് പറഞ്ഞ സ്തുതിപ്പിന് സമയത്ത് ദൈവം സുഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രയേറെ ഇതാണ് വിശ്വാസികളുടെ ഒരു ശക്തി. അവർ ആ TV കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അവിടെ തൊടും എന്നുള്ള വിശ്വാസം അവർക്കുണ്ട്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയാണ് രോഗികളെ സുഖപ്പെടുത്തുന്നത്. യാക്കോബ് 5:15. കരങ്ങൾ ഇടത്തോട്ട് മലത്തോട്ട് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം, എന്റെയും ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ നമ്മുടെ സ്വർഗസ്ഥനായ ദൈവം ഒരു വലിയ രഹസ്യം പഠിപ്പിക്കുകയാണ്. ഈ സാക്ഷ്യം കണ്ടപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് വചനങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ ദൈവജനവുമായി പങ്കുവെക്കണം എന്ന് ശക്തമായൊരു പ്രേരണ ലഭിച്ചു. ആ കുട്ടികൾ അമ്മച്ചിയോട് ചോദിച്ചൊരു ചോദ്യം കേട്ടായിരുന്നോ? അമ്മേ, നമ്മൾ ഇവിടെ ഇരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത്, സാറ് രോഗിയായി കിടക്കുന്നത് ആശുപത്രിയിലല്ലേ? അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു, മക്കളെ, നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചു, അല്ലെങ്കിൽ ദൈവം തന്നെ ആശുപത്രി വന്ന് ആ രോഗാവസ്ഥയുള്ള സാറിനെ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ ഇതൊരു വലിയൊരു രഹസ്യം, ഒരു രീതിയാണത്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ നേരിട്ടുള്ള പ്രത്യക്ഷമായ സാന്നിധ്യം
ദൈവത്തിൻ്റെ ദർശനങ്ങൾ, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ സന്ദർശനങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവിടെ ഉണ്ടാകും എന്നുള്ളത് ദൈവവചനപ്രകാരമുള്ള ഒരു സത്യമാണ്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 12-ാം അധ്യായം 6 തൊട്ട് 13 വരെ തിരുലിഖിതങ്ങൾ. അവിടെ പത്രോസ് അപ്പോസ്തലനെ ഭരണാധികാരികൾ ബന്ധിച്ച് ജയിലിൽ കൊണ്ട് പൂട്ടിയ കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 12-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രി പത്രോസ് ഇരു ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉറങ്ങുകയായിരുന്നു. പട്ടാളക്കാർ കാരാഗൃഹവാതിക്കൽ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി. ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. അവൻ പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കൂ. അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ അപ്പോസ്തലനെ ബന്ധിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അവിടെ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: യാക്കോബ് സ്ലീഹായെ വധിച്ചു. അങ്ങനെ വധിച്ചത് എല്ലാവരെയും സന്തോഷഭരിതരാക്കിയെന്ന് മനസ്സിലാക്കിയ ഹെറോദോസ് പത്രോസിനെയും വധിക്കാൻ വേണ്ടി ഒരുമ്പെട്ടു. പത്രോസിനെ കൊല ചെയ്യാൻ വേണ്ടി ആളയച്ച് അറസ്റ്റ് ചെയ്ത് തടവറ കൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പത്രോസിനെ കൊല ചെയ്യണം എന്ന് തന്നെയാണ് ഭരണാധികാരി നിശ്ചയിച്ചിരിക്കുന്നത്. പത്രോസിനെ കൊല ചെയ്യാൻ വേണ്ടി ഹെറോദോസ് 2 ചങ്ങലകൾ കൊണ്ട് 2 ചങ്ങലക്കിട്ട് കെട്ടി കാരാഗൃഹത്തിൽ പൂട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. പത്രോസ് ആകട്ടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന പത്രോസിലേക്ക് ഭയമില്ല. പത്രോസിലേക്ക് രാത്രിക്ക് നന്നായിട്ട് കടന്നങ്ങോട്ട് ഉറങ്ങുകയാണ്. 2 ചങ്ങലകളാൽ ബന്ധിതനായി പത്രോസ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ദൂതൻ വന്ന് പറഞ്ഞു, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. ഉടനെ പത്രോസ് ലീഗ എഴുന്നേറ്റു. തുടർന്ന് 8-9 വാക്യങ്ങൾ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്: നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. അവൻ അങ്ങനെ ചെയ്തു. ദൂതൻ വീണ്ടും പറഞ്ഞു, മേലങ്കി ധരിച്ചുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക. അവൻ പുറത്തിറങ്ങി ദൂതനെ അനുഗമിച്ചു. ദൂതൻ വഴി സംഭവിച്ച ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. തനിക്ക് ഒരു ദർശനം ഉണ്ടായതായിട്ടേ അവൻ കരുതിയുള്ളൂ. അങ്ങനെ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് അവൻ നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസിനെ ഇങ്ങനെ ദൂതൻ ശരിക്കും റിയലായിട്ട് ദൂതൻ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു. മേലക്ക് പുതയ്ക്ക്, ചെരുപ്പിട്, എന്നെ അനുഗമിക്കൂ, ഇങ്ങനെ പറഞ്ഞു കൊണ്ടുപോവുകയാണ്. പക്ഷേ പത്രോസിനെ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഇതൊരു സ്വപ്നത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചിരിക്കുക. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് പത്രോസ്ലീഗ അറിയുന്നില്ല. അടുത്ത വാക്യങ്ങൾ 10-11 വാക്യങ്ങൾ. അവർ 1-ാമത്തെയും 2-ാമത്തെയും കാവൽ സ്ഥാനങ്ങൾ പിന്നിട്ട് നഗരത്തിലേക്കുള്ള ഇരുമ്പ് കവാടത്തിലെത്തി. അത് അവർക്കായി സ്വയം തുറന്നു. അവർ പുറത്തു കടന്ന് ഒരു തെരുവ് പിന്നിട്ടപ്പോൾ ദൂതൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി. അപ്പോഴാണ് പത്രോസിന് പൂർണ്ണ ബോധം വന്നത്. അവൻ പറഞ്ഞു, കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെറോദേസിൻ്റെ കരങ്ങളിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ആത്മീയ രീതിയാണ് തൻ്റെ ദൂതനെ അയച്ച് വിടുതൽ നൽകുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ഇതാ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെറോദോസിൻ്റെ പിടിയിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്ന് പൂർണ്ണബോധം വന്നപ്പോൾ പത്രോസ്ലീഗ പ്രഖ്യാപിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഹല്ലേലൂയ. തുടർന്ന് വാക്യത്തിലാണ് അതിൻ്റെ മർമ്മം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. തുടർന്ന് 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ മർക്കോസ് എന്ന് അപരനാമമുള്ള യോഹന്നാൻ്റെ അമ്മയായ മറിയത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്ന് നോക്കി. പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷഭരിതയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് പത്രോസ്
വാതിലുകൾ നിൽക്കുന്നു എന്ന് അറിയിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോക്കുക, ഈ പത്രോസ് അപ്പസ്തോലൻ ജയിലിൽ കിടന്ന സമയത്ത് ഇതാ സഭ സമ്മേളിച്ച് തീഷ്ണമായി അവന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ച് ഹെരോദോസിന്റെ പിടിയിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഇതുപോലെ ഇന്നും നമ്മുടെ കർത്താവ് പ്രവർത്തിക്കും. ഞാനും നിങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, വേദനിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഇന്നും വിടുവിക്കുന്നുണ്ട്. ഒരനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് മറിയാമ്മ എബ്രഹാം, എൻ്റെ ഭർത്താവിൻ്റെ പേര് ഏബ്രഹാം. ഞങ്ങൾ പുതൂർ പഞ്ചായത്ത്, അട്ടപ്പാടിയിൽ തന്നെയാണ് താമസം, പുതൂർ പഞ്ചായത്തിലാണ്. അച്ചാച്ചന് ലഭിച്ച ഒരു സൗഖ്യത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. അച്ചാച്ചൻ്റെ കാലിൽ പുകവലിയിൽ നിന്നുണ്ടായ ഒരു രോഗം, നിക്കോട്ടിൻ എന്ന് പറയുന്ന രോഗമുണ്ടായി 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കോയമ്പത്തൂർ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർമാർ കാല് മുറിച്ച് കളയണം, ബ്ലഡ് സർക്കുലേഷൻ ഒട്ടും തന്നെ ഇല്ല എന്നാണ് സ്കാനിലെ റിപ്പോർട്ട്. അതുകൊണ്ട് അച്ചാച്ചൻ്റെ കാലിൻ്റെ മുട്ടിന് താഴ്പ്പ് വെച്ച് മുറിച്ച് കളയണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞങ്ങൾ കോയമ്പത്തൂർ പോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. ഓപ്പറേഷൻ്റെ ഡേറ്റ് എല്ലാം തീരുമാനിച്ചു. ഡോക്ടറെ ഓപ്പറേഷന് കൊണ്ടുപോവുകയും ചെയ്തു. അതിൻ്റെ തലേദിവസം ഞങ്ങൾ പോകുന്ന ഒരു തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച നമ്മുടെ ടി വിയിൽ കൂടിയുള്ള അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഞങ്ങൾ കുടുംബമായിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും അച്ചാച്ചൻ്റെ കാല് മുറിക്കാതിരുന്നാൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞങ്ങൾ പറയുകയും ചെയ്യുണ്ടായി. കാല് മുറിക്കേണ്ട സ്ഥിതിയായി. കാരണം നിക്കോട്ടിൻ ബാധിച്ചിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒട്ടും ഇല്ലാതെയായി. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങോട്ട് ചീഞ്ഞു മണം വന്ന് അങ്ങനെ ഡോക്ടർമാർ നോക്കി. എന്നിട്ട് അവർ പറഞ്ഞു ഇത് കാല് മുട്ടിൻ്റെ അവിടെ വെച്ച് മുറിച്ച് കളയാതെ ഒരു പൊത്തുരുത്തമില്ലെന്ന് ഡോക്ടർമാർ അങ്ങോട്ട് കൺഫേം ചെയ്തു. അതനുസരിച്ച് എല്ലാം ഫിക്സ് ചെയ്ത് കോയമ്പത്തൂർ പോയി ഡേറ്റും എടുത്ത് കംപ്ലീറ്റ് എല്ലാം എല്ലാം ചെയ്തു. എന്നിട്ട് അഭിഷേകത്തിന് കണ്ടിട്ട് പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ 3 മണിക്കായിരുന്നു ഓപ്പറേഷൻ. ഞങ്ങൾ 2:30 ആയപ്പോഴത്തേനും സൈക്യോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചു. സിസ്റ്റർ ഫോൺ എടുത്തു. എന്താ പറഞ്ഞതെന്ന് ഞങ്ങളുടെ വെപ്രാളത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചു. എങ്കിൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത് ഞങ്ങൾക്കറിയാമായിരുന്നു. ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവമാതാവിനോടുള്ള മധ്യസ്ഥത യാചിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തിയേറ്ററിനകത്ത് അച്ചാച്ചനെ മയക്ക് ഇഞ്ചക്ഷൻ ചെയ്യുന്ന സമയത്ത് ആരോ അച്ചാച്ചനെ വന്ന് അടിക്കുകയും നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്ട്രെച്ചറിലേക്ക് കയറിയിരുന്നു എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഡോക്ടർമാർ പറഞ്ഞത് ആണോ? അതായത് ആ ഇതിൻ്റെ സമയത്ത് ഒരാൾ വന്നിങ്ങനെ തട്ടി, മൈ ഡിയർ ഒന്നും വിഷമിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, പേടിക്കണ്ടെന്ന് പറഞ്ഞ് സ്ട്രെച്ചറിൻ്റെ അടുത്ത് ഈ അപ്പച്ചൻ്റെ കൂടെ കയറിയിരുന്നോ. അപ്പോൾ സ്ട്രെച്ചറിൽ കിടത്തിയിരുന്ന ആൾ പെട്ടെന്ന് സ്ട്രെച്ചർ തിരിഞ്ഞു പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞ്. പേടിച്ചിട്ട് സ്ട്രെച്ചർ അങ്ങ് തിരിഞ്ഞ് എഴുന്നേറ്റിരുന്നു. എന്താ എബ്രഹാം എന്ന് ചോദിച്ചപ്പം എന്നോട് ആരോ വന്ന് ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തള്ളവിരലിൻ്റെ അറ്റത്തായിരുന്നു എൻ്റെ മുറിവ്. പകുതിയോളം ഇങ്ങനെ വിട്ടുവിട്ട് പോകുമായിരുന്നു. വിട്ടുവിട്ടെന്ന് പറഞ്ഞാൽ നടന്നു പോവാ അല്ല, ചെത്തി എടുക്കും. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞ് ഡോക്ടർ ഞങ്ങൾ പറഞ്ഞു തള്ളവിരലിൽ മാത്രം നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് നോക്കാം, ബ്ലഡ് സർക്കുലേഷൻ ആയാൽ തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഡോക്ടർ അകത്തേക്ക് കടന്നുപോയത്. എന്തായാലും ഓപ്പറേഷൻ ചെയ്ത സമയത്ത് സിസ്റ്റർ ഓടി വന്ന് പറഞ്ഞു, മറിയാമ്മേ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, കാലിൻ്റെ തള്ളവിരലെടുത്ത സമയത്ത് തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടായി, നിങ്ങൾക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അച്ചാച്ചൻ്റെ വിരലിൻ്റെ തള്ളവിരൽ മാത്രം എടുത്തു, ബാക്കി കാൽമുട്ട് വെച്ച് മുറിച്ച് കളയേണ്ടി വന്നില്ല, വാലിൻ്റെ മുട്ട് മുറിച്ചില്ല. അപ്പോൾ ഇത് 2 വർഷമായി. അന്ന് ഡോക്ടർ പറഞ്ഞു 6 മാസം കഴിഞ്ഞ് വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് 2014 ചെയ്ത ഓപ്പറേഷൻ ഞങ്ങൾ 2016 ഫെബ്രുവരിയിൽ വന്ന് സാക്ഷ്യം പറയുന്നത്. 2 വർഷമായി. 2 വർഷം വെയിറ്റ് ചെയ്ത് നോക്കി, ഇഞ്ഞത് വരുമോ നോക്കി. 6 മാസം കഴിഞ്ഞ് വീണ്ടും വരുമെന്ന് ഡോക്ടർമാർ ഒരു സാധ്യത പറഞ്ഞായിരുന്നു. അങ്ങനെ വീണ്ടും വന്നാൽ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതെന്ത് ചെയ്തു, 2 വർഷം നോക്കി നിന്നിട്ട് ഇതുവരെ പിന്നെ വന്നില്ല, നിക്കോട്ടിനെ പുതിരം വന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ വന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന് 1000 നന്ദി. ഈ ഓപ്പറേഷന് നിന്ന സമയത്ത് ഒരാൾ വന്ന് ഇവിടെ അങ്ങനെ അടിച്ചു. അടിച്ചിട്ട് പറഞ്ഞു പേടിക്കണ്ട, ഇതൊന്നും കുഴപ്പമാവില്ല, പെട്ടെന്ന് ശരിയാവുമെന്ന് പറഞ്ഞല്ലേ. അപ്പോഴത്തേനും അപ്പച്ചൻ പേടിച്ച് ചാടി എഴുന്നേറ്റിരുന്നുണ്ടാവും. സ്ട്രെച്ചറിൽ കിടക്കുന്ന ആളാ. അപ്പോൾ ഡോക്ടർമാരിങ്ങനെ സംഭവം ആദ്യമായിട്ടായിരിക്കും. ഡോക്ടർമാരെന്ത് പറഞ്ഞു?
ഡോക്ടർമാർ പറഞ്ഞു, ഇത് ഭയപ്പെടേണ്ട, ഇതുപോലെ തന്നെ ചെയ്യുവേൻ, അച്ഛൻ പറഞ്ഞ പോലെ തന്നെ എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ഈശോ അങ്ങോട്ട് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ട ദൈവമക്കളെ, കാല് പകുതിക്ക് വെച്ച് മുറിച്ച് കളയണമെന്ന് പറഞ്ഞ് അത്രയും ഗുരുതരമായ സ്ഥിതിയിൽ സ്ട്രെച്ചറെ കടത്തി അനസ്തേഷ്യ കൊടുത്ത് അവർ കൊണ്ടുപോവാണ്. ആ സമയത്താണ് ദൈവത്തിൻ്റെ ഒരു ദൂതൻ അവിടെ ശക്തമായി ഇടപെടുകയാണ്. ആ സ്ട്രെച്ചർ നേരെ പോയി തിരിഞ്ഞു പോയെന്ന് പറയണത് ആഘാതത്തിൽ. ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നിലവിളിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇതാ കർത്താവ് ഒരു ദൂതനെ അയച്ച് ഹെറോദോസിൻ്റെ പിടിയിൽ നിന്നും യഹൂദന്മാരുടെ വ്യാമോഹങ്ങളിൽ നിന്നും എന്നെ മോചിച്ചിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. തൻ്റെ ദൂതനെ അയച്ച് രക്ഷിക്കുന്ന ദൈവം ഈ സമയം ഓരോ വേദനയിലിരിക്കുന്ന മക്കളെ രക്ഷിക്കും. ദൈവമക്കളെ, കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ കടബാധ്യത ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. എത്ര ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, അപകടത്തെ തുടർന്ന് അസ്ഥി പൊടിയായി ഇനി കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഡോക്ടറും മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച് അവസ്ഥയിൽ കിടക്കുന്നവർ, ഓരോരുത്തരും അവരവരുടെ കഠിന വേദന സമർപ്പിച്ച് ഇപ്പോൾ ദൈവമേ ഒരു ദൂതനെ അയച്ച് അങ്ങയുടെ അത്ഭുതകരമായ ഇടപെടൽ നൽകണമേ എന്ന് നിലവിളിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കണം. കുട്ടികളും മുതിർന്നവരും ബാലികാബാലന്മാരും പ്രാർത്ഥിക്കണം. അഭിഷേകാഗ്നി ശുശ്രൂഷ, ഈ വചനപ്രഘോഷണം ഒരു ചെറിയ ആശയവിനിമയ ഉപാധി മാത്രമല്ല. ഇതിനകത്ത് ഡെലിവറൻസ് പ്രാർത്ഥനയുണ്ട്, ഇതിനകത്ത് വിളിച്ചപേക്ഷയുണ്ട്, ഇതിനകത്ത് ഒരുപാട് പേർക്ക് വേണ്ടിയുള്ള പലതരത്തിലുള്ള വിടുതൽ ശുശ്രൂഷകളെ ദൈവം ചേർത്ത് വെച്ചിട്ടുണ്ട്. ലക്ഷോപലക്ഷം ആളുകളുടെ മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്, കരഞ്ഞുള്ള മധ്യസ്ഥ യാതനകളുണ്ട്. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. അതെല്ലാം ഇപ്പോൾ അത്ഭുതമായി മാറാൻ പോവുകയാണ്. ഒരുപാട് നാളുകളായി വിശ്വാസം ഉപേക്ഷിച്ചവർ, ദേവാലയ കർമ്മങ്ങളിൽ വിട്ടു നിൽക്കുന്നവർ, ദൈവം നഷ്ടപ്പെട്ടവർ, കഠിനപാപത്തിൻ്റെ ബന്ധനത്തിൽ പിശാച് കെട്ടിയിട്ടിരിക്കുന്നവർ ഇപ്പോൾ വിടുതൽ പ്രാപിക്കും. എത്രമാത്രം കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാമോ മക്കളെ? ദൈവം സന്ദർശിക്കുന്ന നിമിഷമാണിത്. ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പോൾ കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഇപ്പോൾ രോഗക്കിടകളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി മിന്നൽ പിണറുകൾ പോലെ വ്യാപരിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഓ, സാത്താന്റെ കോട്ടകൾ തകരട്ടെ, ദുർബാധകൾ ഒഴിഞ്ഞു പോകട്ടെ, ദുർശക്തികൾ വിട്ടുപോകട്ടെ. കുട്ടികളും യുവതിവാക്കന്മാരും കഠിന ദുഃഖത്തിൽ നിന്നും ബാധകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിക്കട്ടെ. വിദ്യാഭ്യാസത്തിന്റെ ബന്ധനങ്ങൾ നീങ്ങട്ടെ. കുടുംബങ്ങളുടെ മേലുള്ള ചങ്ങലകൾ ഇപ്പോൾ യേശുനാമത്തിൽ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും ആധിപത്യങ്ങളെ ശാസിക്കുന്നു. മന്ത്രവാദത്തിന്റെയും കൂടോത്രത്തിന്റെയും എല്ലാ ആധിപത്യങ്ങളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് കെട്ടി അന്ധകാര കൂപത്തിലേക്ക് തളർന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങളെ വിടിവിക്കുന്നു. കണ്ണുനീരിന്റെ ആധിപത്യങ്ങൾ കുടുംബങ്ങളിൽ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. അങ്ങയുടെ തിരുശരീരത്തിൽ നിന്ന് അത്ഭുത ശക്തി വ്യാപരിച്ച് കിഴക്ക് നിന്നും പടിഞ്ഞാറും തെക്കും വടക്കും അത്ഭുതകരമായ വിടുതലുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹൃദയം തേടിയിടും സ്നേഹമേ, യേശുനാഥാ. അഗ്നി, അഗ്നി, അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി.
യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. അഗ്നി അഗ്നി അഭിഷേക